ഇന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പള്ളി കണ്ടു. അപ്പോൾ അതിലൂടെ പോയപ്പോൾ അതിൻ്റെ വിഷ്വൽസ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് വളരെ സിമ്പിളായിട്ടാണ് ഇതിൻ്റെ ഡിസൈന് കാര്യങ്ങളൊക്കെ ഉള്ളത്. സിമെൻറ്റ് ടെക്സ്ചറാണ്, അതായത് സിമെൻറ്റിൻ്റെ ആ ഒരു തീമാണ് ഈ ഒരു പള്ളിക്ക് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കോൺക്രീറ്റ് അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ് അതിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറാണ് ഇതിലുള്ളത്. ഇതാണ് ഒരു കോർട്ട്യാർഡ് പോലത്തെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് ഇവിടെ. ഇതൊക്കെ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ളൊരു സ്പേസാണ്. അബ്ലൂഷൻ ഏരിയയൊക്കെ വളരെ സിമ്പിളായിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു പള്ളിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഡോറ് എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഇൻഡസ്ട്രിയൽ ഡോറാണ് ഇത് നൽകിയിട്ടുള്ളത്. നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ടുള്ള ഡോമിൻ്റെ ഇൻസൈഡാണിത്. അതിലൂടെയും പ്രകാശം ഉള്ളിലോട്ട് വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിസ്കരിക്കുന്ന ഭാഗത്താണെങ്കിൽ വളരെ ഡിഫറൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ വാളിൻ്റെ ഏറ്റവും താഴെ നമുക്കൊരു ഗ്യാപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ വിൻഡോസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഈ ഒരു ഗ്യാപ്പിലൂടെയാണ് ഇൻസൈഡിലോട്ട് ലൈറ്റ്സ് വരുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ. ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റിങ്ങിൻ്റെ ഈ ഒരു താഴെയുള്ള ഗ്യാപ്പാണ്. അത് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ എ സി ഒക്കെ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഇൻസൈഡിൽ ലൈറ്റ്സ് വരാനുള്ളൊരു ഗ്യാപ്പ് കണ്ടല്ലോ, അതിൻ്റെ പുറത്തുനിന്നുള്ള വിഷ്വൽസാണ്. ഈ ഒരു താഴെ കാണുന്ന ഗ്യാപ്പിലൂടെയാണ് ഉള്ളിലോട്ട് പ്രകാശം വരുന്നത്. അതൊക്കെ ഗ്ലാസ് കൊണ്ട് തന്നെ കവർ ചെയ്തിട്ടുമുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്.